Kung Fu lives in everything we do. It lives how we put on the jacket, how we take off the jacket. It lives how we treat people. Everything is Kung Fu. കുംഫുവിന്റെ ആദ്യ പാഠമായി മിസ്റ്റർ ഹാൻഡെ പാർക്കിന് ചൊല്ലിക്കൊടുക്കുന്ന ഈ വരി കരാട്ടെ കിഡ് കണ്ട ഒരു കുട്ടി പോലും മറന്നിട്ടുണ്ടാവില്ല. കുംഫു പഠിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ജാക്കറ്റ് ഊരിയും അഴിച്ചും ദിവസങ്ങളോളം വശം കെട്ട ഡേ പാർക്കറിനെയും പ്രേക്ഷകരെയും ഒരുപോലെ കൗതുകപ്പെടുത്തിയ ഡയലോഗ് എവറിതിങ് ഈസ് കുംഫു. കോൺട്രോസ് ഹെയർ സ്റ്റൈലും ജാക്കറ്റും ധരിച്ച് ആദ്യമായി ചൈനയിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു കുട്ടി ഡേ പാർക്കർ. പരിചയമല്ലാത്ത ഭാഷയ്ക്കും ആളുകൾക്കും ഇടയിൽ അവൻ ബുള്ളി ചെയ്യപ്പെടുന്നു. പ്രതിരോധിക്കാൻ മാർഗമറിയാതെ വലഞ്ഞു പോകുന്നു. തന്നെ ഉപദ്രവിക്കുന്ന ലോകത്തെ പ്രതിരോധിക്കാൻ അവനവന് വേണ്ടി നിലകൊള്ളാൻ മാർഷൽ ആർട്സിലേക്ക് തിരിയുന്ന ടീനേജേഴ്സും അവരെ അത് പഠിപ്പിക്കാൻ എത്തുന്ന മാസ്റ്റേഴ്സുമാണ് 1984 ആരംഭിച്ച ദ കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയുടെ കഥകളല്ല. 1984 റോബർട്ട് മാർക്കാമൻ ജന്മം കൊടുത്ത ഒരു മാർഷൽ ആർട്സ് ഡ്രാമ ഫ്രാഞ്ചൈസിയാണ് ദ കരാട്ടെ കിഡ്. റോബർട്ട് മാർക്കാമന്റെ ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി എന്ന് ദ കരാട്ടെ കിഡിനെ വിശേഷിപ്പിക്കാം. 1964 ന്യൂയോർക്കിൽ വെച്ച് 17 വയസ്സുള്ള റോബർട്ട് മാർക്കാമൻ കുറെ ബുള്ളികളുടെ ആക്രമണത്തിനിരയാകുന്നു. തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന കാമൻ തന്നെ ഉപദ്രവിച്ചവരെ പ്രതിരോധിക്കാൻ വേണ്ടി മാർഷൽ ആർട്സ് പഠിക്കാൻ തീരുമാനിക്കുന്നു. കാലങ്ങൾ കടന്നു പോകവേ ഒരിക്കൽ ഒരു പത്രക്കടലാസിൽ കാമൻ ഒരു വാർത്ത കാണുന്നു. അയൽപ്പക്കക്കാരായ കുട്ടികളുടെ ബുള്ളിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ അച്ഛനില്ലാത്തൊരു കുട്ടി കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് നേടിയിരിക്കുന്നു. കാമന് അയാളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു. എന്തുകൊണ്ട് ലോകത്തിനോട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൂടാ എന്ന് അയാൾക്ക് തോന്നി. ആ തോന്നലിൽ ദ കരാട്ടെ കിഡിന്റെ ആദ്യ ഉറവ് പൊട്ടി. ഒരു ടെട്രോളജിയായി ആരംഭിച്ച കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയിൽ ഇതുവരെ 5 ചിത്രങ്ങളാണ് പിറവിയുണ്ടത്. ദ കരാട്ടെ കിഡ്, ദ കരാട്ടെ കിഡ് പാർട്ട് 2, പാർട്ട് 3, ദ നെക്സ്റ്റ് കരാട്ടെ കിഡ്, ദ കരാട്ടെ കിഡ് എന്നിവയാണവ. ഇതിൽ ആദ്യ ചിത്രത്തിന്റെ റീമേക്കാണ് പിന്നീട് അതേ പേരിൽ 2010 ഇറങ്ങിയ ജാക്കി ചാനും ജഡൻ സ്മിത്തും പ്രധാന കഥാപാത്രമായി എത്തിയ ദ കരാട്ടെ കിഡ്. ബുള്ളി ചെയ്യപ്പെടുന്നിടത്തു നിന്നും ഓടിക്കൊണ്ടേയിരിക്കുന്ന, മുന്നോട്ട് നീങ്ങാനാവാതെ ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്ന, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ടീനേജേഴ്സിനോട് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് സിനിമ. ദ ഓൺലി വേ ടു സ്റ്റോപ്പ് ദം ഈസ് ടു ഫേസ് ദം. ഭയത്തെ ഇല്ലാതാക്കുക എന്നാൽ ഭയത്തെ അഭിമുഖീകരിക്കുക എന്നാണ്. 1984 ഇറങ്ങിയ കരാട്ടെ കിഡ് കരാട്ടെ എന്ന ആയോധന കലയിലൂന്നിയാണ് കഥ പറഞ്ഞത്. എന്നാൽ 2010 ജാക്കി ചാൻ മാസ്റ്ററായി വേഷമിട്ട കരാട്ടെ കിഡിൽ പേരിൽ മാത്രമേ കരാട്ടെയുള്ളൂ. ചിത്രം സംസാരിക്കുന്നത് മുഴുവൻ കുംഫു എന്ന ആയോധന കലയെ കുറിച്ചാണ്. കരാട്ടെ കിഡ് എന്ന ഫ്രാഞ്ചൈസിയുടെ ആരാധകരെ ആ സിനിമയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രത്തിന് പേര് മാറ്റാതെ തന്നെ അണിയറ പ്രവർത്തകർ കുംഫു പ്രമേയമായി എത്തിയ ചിത്രത്തിന് കരാട്ടെ കിഡ് എന്ന് തന്നെ പേര് നൽകിയത്. വെറും $40 മില്യൺ നിർമ്മിച്ച ചിത്രം അന്ന് ലോകമെമ്പാടുമായി നേടുന്നത് $359 മില്യൺ. കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രവും 2010 പുറത്തെത്തിയ ദ കരാട്ടെ കിഡ് ആണ്. ആയോധന കല പ്രതിയോഗിയോടുള്ള വൈര്യത്തിനോ സമൂഹത്തിനോടുള്ള പകയ്ക്കോ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. പകരം സ്വയം എന്തിനൊക്കെ ശരീരത്തിനെയും മനസ്സിനെയും തനിക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവിനും ആത്മവിശ്വാസത്തിനും വേണ്ടിയുള്ളതാണ്. അറ്റമെത്താത്ത ചൈന വൻമതിലൂടെ പരിശീലന ഘട്ടത്തിൽ വേഗത്തിൽ ഓടുന്ന ഡേ പാർക്കറിനെ കണ്ടിട്ടില്ലേ? ടൂർണമെന്റിൽ ഗുരുതരമായ പരിക്കേൽക്കുമ്പോഴും ഈ വേദി വിട്ടിറങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ ഭയം ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഉറപ്പോടെ അവൻ പറയുന്നത്. മാർഷൽ ആർട്സ് കൊണ്ട് സെൽഫ് ഡെവലപ്മെന്റ് കൂടിയാണ് അർത്ഥം വെക്കുന്നതെന്ന് എന്നെ അടക്കം ഒരു വലിയ തലമുറയെ പഠിപ്പിച്ചത് ദ കരാട്ടെ കിഡാണ്. ഈഗോ ക്ലാഷുകളിലും നായകന്റെ വീരത്വം കാണിക്കാനും സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കപ്പെടുന്ന സിനിമകൾ നമ്മുടെ സിനിമാ വിപണിയിൽ എത്രയോ ഉണ്ട്. പ്രതിനായകനെ തല്ലിച്ചതച്ച് പദം വരുത്താനും ഷൂസിലോ ഷർട്ടിലോ ചെളി തെറിച്ചാൽ അടുത്ത സെക്കൻഡിൽ അടിപൊട്ടിക്കാനുമാണ് നമ്മുടെ സിനിമകളിൽ കരാട്ടയും കുംഫുവും ആക്ഷനും ഉപയോഗിക്കപ്പെടുന്നത്. വയലൻസ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു, പുതിയ തലമുറയിൽ അക്രമവാസന വളരുന്നു എന്നെല്ലാം ആകുലപ്പെടുന്ന നമുക്ക് ആയോധന കലകൾ പ്രതിരോധത്തിനും സെൽഫ് ഡെവലപ്മെന്റിനും വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കാനും സിനിമകൾ വേണമല്ലോ. നീണ്ട 15 വർഷത്തിന് ശേഷം കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയുടെ 6ാമത് ചിത്രം കരാട്ടെ കിഡ് ലെജൻഡ് തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് പ്രസക്തമാകുന്നതും അതുകൊണ്ടാണ്.